അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സുഖമെന്ന് കരുതുന്നു. അൽഹംദുലില്ലാഹ്. നമ്മുടെ അറബി മാസങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മാസമാണല്ലോ റമദാൻ പോലെയുള്ള ഒരു മാസമാണല്ലോ ദുൽഹിജ്ജ മാസം. ദുൽഹിജ്ജ മാസത്തിലുള്ള ആദ്യത്തെ 10 ദിവസം നമ്മൾ ഒരുപാട് ഇബാദത്തുകൾ എടുക്കണം. ഒരു വർഷത്തെ അമലുകൾ അള്ളാഹുവിൻ്റെ അടുത്ത് ഒരുമിച്ച് ഉയരുന്ന സമയമാണ്. അത്രക്ക് പ്രിയമുള്ള ദിവസങ്ങളാണ് ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിവസം നമ്മളിൽ കഴിയാറായി. അതുകൊണ്ട് അറഫ ദിവസത്തെ നോമ്പ് അനുഷ്ഠിക്കുന്നവർ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് നോമ്പ് നയിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അറഫ ദിവസത്തെ നോമ്പ് ഒരുപാട് പുണ്യമുള്ള നോമ്പാണ്. നമുക്ക് ഒരുപാട് കൂലി കിട്ടുന്ന ഒരു നോമ്പാണ്. ഈ പ്രാവശ്യത്തെ നോമ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിലും അതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും മനസ്സറിഞ്ഞ് ഈ ഒരു ദിവസങ്ങളിൽ എന്തെങ്കിലും അള്ളാഹുവിൻ്റെ നാമമൊക്കെ ചൊല്ലിയിട്ട് അള്ളാഹുവിൻ്റെ എന്തെങ്കിലും സൂറത്തുകളോ എന്തെങ്കിലും നമ്മൾ ചൊല്ലി മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഒരുപാട് ടിപ്സുകൾ ഓരോ വീഡിയോസുകളിലായിട്ട് വിട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ചൊല്ലിയിട്ട് ഈ ഒരു ദിവസങ്ങളിൽ ദുആ ചെയ്തോളി. അറഫ നോമ്പ് നമുക്ക് വെള്ളിയാഴ്ചയാണ് വരുന്നത്. ഗൾഫിൽ വ്യാഴാഴ്ചയാണ് വരുന്നത്. നമുക്ക് അറഫയുടെ 8ാമത്തെ നോമ്പ് നമുക്ക് വ്യാഴാഴ്ചയാണ് വരുന്നത്. അതായത് നാളെ രാത്രിയാണ് വരുന്നത് നയിക്കേണ്ടത്. അറഫ 8ൻ്റെ നോമ്പ് നമ്മൾ നയറ്റ് കഴിഞ്ഞാൽ ആ ഒരു നോമ്പിന് ഭയങ്കര പ്രതിഫലമാണ്. ആ ഒരു നോമ്പിൻ്റെ പ്രതിഫലം ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അള്ളാഹുവിനും മാത്രമാണ് ആ ഒരു നോമ്പിൻ്റെ പ്രതിഫലം അറിയുകയുള്ളൂ. അതുപോലെ അറഫ 9ൻ്റെ നോമ്പ് നമ്മൾ നയറ്റ് കഴിഞ്ഞാൽ ഈ ഒരു വർഷത്തെ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു നമുക്ക് പുറത്തു തരും. അതുപോലെ ഇനി വരുന്ന ഒരു വർഷത്തേക്കുള്ള തെറ്റുകളും പുറത്തു തരും. ഒരു വർഷത്തേക്ക് നമുക്ക് ആയുസ്സും നീട്ടിക്കിട്ടും. അത് നോമ്പ് നമ്മൾ നയിക്കേണ്ട രീതിയിൽ നയിക്കണം. വെറുതെ നോമ്പെടുത്തതിനെ കൊണ്ട് നമുക്ക് തെറ്റ് പുറത്ത് കിട്ടുകയൊന്നുമില്ല. വെറുതെ നോമ്പ എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട ഇബാദത്തുകളൊക്കെ ചെയ്ത് മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്ത് മനസ്സിൽ തട്ടി നോമ്പ് നോക്കണം. ഈ ഒരു അറഫയുടെ 8ൻ്റെയും 9ൻ്റെയും നോമ്പ് നമ്മളെല്ലാവരും നയിക്കാൻ വേണ്ടി ശ്രമിക്കുക. അറഫയുടെ 8ൻ്റെ നോമ്പിന് നമുക്ക് വ്യാഴാഴ്ചത്തെ നോമ്പിൻ്റെ പ്രതിഫലവും കിട്ടും. അതുപോലെ അറഫയുടെ 9ൻ്റെ നോമ്പിന് അറഫയുടെ നോമ്പിൻ്റെ 9ൻ്റെ നോമ്പിൻ്റെ കൂലിയും കിട്ടും. നമുക്ക് വെള്ളിയാഴ്ച നോമ്പ് നിൽക്കുന്നതിൻ്റെ കൂലിയും കിട്ടും. അതുകൊണ്ട് എല്ലാവരും നോമ്പ് നയിക്കാൻ ശ്രമിക്കുക. നമ്മുടെ നീയത്ത് നല്ല രീതിയിൽ തന്നെ നീയത്ത് വെക്കുക. നീയത്ത് ശരിയായാലേ നമ്മുടെ നോമ്പ് ശരിയാവുകയുള്ളൂ. തലേന്ന് രാത്രി നമ്മൾ നീയത്ത് വെക്കണം. അതുപോലെ സ്ത്രീകൾക്ക് ഫർള് റമദാനിലുള്ള നോമ്പ് ഖളാ ഉണ്ടെങ്കിൽ അത് നീയത്ത് വെച്ചാൽ അറഫയുടെ നോമ്പിൽ ഖളാ വീട്ടുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും നോമ്പ് നോക്കാൻ ശ്രമിക്കുക. നോമ്പ് നോറ്റിട്ട് നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് കുറ്റം പറയുകയോ അല്ലെങ്കിൽ ഫോണിൽ അനാവശ്യ വീഡിയോ കാണുകയോ ഒക്കെ ചെയ്താൽ നമ്മുടെ നോമ്പ് ശരിയാവുകയില്ല. നോമ്പിൻ്റെ അതേ ഉള്ള ഒരു പ്രതിഫലം നമുക്ക് കിട്ടുകയില്ല. നമ്മൾ നോമ്പിന് പാലിക്കേണ്ട എല്ലാ അദബുകളും ചിട്ടകളും പാലിക്കണം. നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ എല്ലാ അവയവത്തിനെയും നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരും ഈ ഒരു പുണ്യമേറിയ നോമ്പ് നോൽക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ വിലയേറിയ ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തുക. എൻ്റെ ദുആയിൽ എൻ്റെ സബ്സ്ക്രൈബർമാരെ എല്ലാവരെയും ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇസ്ലാമിക് ടിപ്സുകൾ അറിയാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ എല്ലാവരുടെയും എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു തരട്ടെ. എല്ലാവർക്കും നല്ല മനസ്സ് തരട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം.